ചോദ്യം, ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്താ, വല്ലതുണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാ പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. KSRTC ബസ്സിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മുജാഹിദീങ്ങളാണ്. കാരണം ഒരു അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, ഓർക്ക് ബെൻസ് കാറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്താണ്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ബെൻസ് കാറിലെത്തണം, പെട്ടെന്ന് ഉത്തരം കിട്ടണം, അതിന് ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്തിഗാസക്ക് വളരെ തന്ത്രപരമായ ഭൗതികമായ ഒരു ഉദാഹരണം കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആളുകളെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ നിർബന്ധിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ KSRTC മതി, നിങ്ങൾ ഈ ബെൻസ് എടുത്തോളി. അള്ളാഹിൻ്റെ അമ്പിയാക്കന്മാർ മുഴുവൻ ഈ KSRTCയിലാണ് യാത്ര ചെയ്ത്. എന്നാൽ ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടം മുതൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് നയിച്ചിട്ടുണ്ട് അല്ലേ? വലാ തദുറുന്ന വദ്ദം വലാ സുവാ വലാ യഊഖ വയഊസ വനസ്റാ. വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ എന്ന 5 മഹാന്മാരായ ആളുകളെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഇടയിൽ നിർത്തിയിരുന്നു. അത് ശിർക്കാണ്, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു വന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞ എന്താ, നൂഹേജ് പുത്തംവാദിയാണ്, ഈ ഔലിയാക്കന്മാരൊക്കെ തള്ളിയവനാണ്. അപ്പം അന്നേ ശിർക്കിൻ്റെ പൂജകന്മാരുണ്ട്. ആ ശിർക്കിൻ്റെ പൂജകന്മാര് അള്ളാഹുവിൻ്റെ റസൂൽ മക്കയിലേക്ക് കടന്നു വരുമ്പോഴുമുണ്ട്. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അള്ളാഹനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ, അവർ മനസ്സിലാക്കിയതും ഏറെക്കുറെ ഈ രൂപത്തിൽ തന്നെയാണ്, ഈ രൂപത്തിലുള്ള വികലമായ വിശ്വാസങ്ങളാണ്. അപ്പോൾ ആ ശിർക്കിൻ്റെ പൂജകന്മാരുടെ പാരമ്പര്യം കയ്യിലേന്തി അവരൊക്കെ സഞ്ചരിച്ച ബെൻസ് കാറിലാണ് മുസ്ലിയാക്കന്മാർ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ജനങ്ങളോട് അതിൽ നിങ്ങൾ സഞ്ചരിച്ചോളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അമ്പിയാക്കന്മാർ സഞ്ചരിച്ച ആ പതുക്കെ പോണ KSRTC മതി. ആ അല്ലാഹു തആല അവനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് മതി. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ഈ മർമ്മപ്രധാനമായ വിഷയം മറച്ചു വെച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശഭ്രംശം സംഭവിച്ച് തെറിച്ചുപോയ മതവിദ്യവാദിയായ ഹദീസ് നിഷേധിയായ സലാസുല്ലമിയുടെ ഹദീസ് നിഷേധ ചന്തയും ആ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ യുക്തിവാദവും അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിച്ചിരുന്ന സക്കരിയ സ്വലാഹി അദ്ദേഹത്തിൻ്റെ ചില വാദങ്ങൾ സത്യമാണെന്ന് വിചാരിച്ച് ചെറുപ്പകാലത്ത് പ്രഭാഷണ വേദിയിലും തസ്കിയത്ത് ക്ലാസ്സുകളിലും പറഞ്ഞ വിഷയങ്ങളും ഈ സലാസുല്ലമിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് കുതന്ത്രത്തിൻ്റെ വേരുകൾ മെനഞ്ഞ് ഇത് ഖുറാഫികൾക്ക് കൊടുത്തിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചതാ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആ തെറ്റുകൾ മാന്യമായ രൂപത്തിൽ ഞങ്ങൾ തിരുത്തി. സലാസുല്ലമയുടെ
ആ യുക്തിവാദം സത്യമാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് സക്കരിയ സുലൈം ആദ്യകാലത്ത് സിഹ്ർ എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിച്ചു. ഹദീസുകളിൽ പ്രമാണത്തിൽ സ്ഥിരപ്പെട്ടു വന്നത് ബോധ്യപ്പെട്ടു, പഠിക്കാനുള്ള അവസരം ഉണ്ടായി, സംഗതികൾ മനസ്സിലായി, ഇയാൾ പോണ പോക്ക് മോശമാണെന്ന് മനസ്സിലായി. മാന്യമായി പബ്ലിക് വേദിയിൽ വെച്ച് തിരുത്തിയില്ലേ, അള്ളാഹ് എനിക്ക് പുറത്തിട്ട് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. സഹോദരങ്ങളെ, അതിനെന്താ തെറ്റ്? ഇമാം ഷാഫിയുടെ ജദീദായ കൗലും ഖദീമായ കൗലും ഉണ്ട് അല്ലേ, വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ കാരണം? അദ്ദേഹം ആദ്യകാലത്ത് പറഞ്ഞ വാദങ്ങൾ പ്രമാണത്തിന് മനസ്സിലായപ്പോൾ തിരുത്തി. എടോ, അത് അഹങ്കമിന്, അത് പുത്തൻ വാദമല്ല, അത് ദീനിന് പുറത്തു പോണ കാര്യമല്ല. പ്രമാണത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളത് മുഅ്മിനിന്റെ മുവഹിദിന്റെ ഏർപ്പാടാണ്. അതാ അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി 40 വർഷക്കാലം മുഅ്തസിലിയ ചിന്താഗതിയോടുകൂടി അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ചു. മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അഹ്ലു സുന്നത്തിന്റെ ആദർശം ബോധ്യപ്പെട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ സിഫത്തുകളെ വ്യാഖ്യാനിക്കാൻ പാടില്ല, അതിനെ തക്രീഫ് ചെയ്യാൻ പാടില്ല എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം അഹ്ലു സുന്നത്തിലേക്ക് തിരിച്ചു വന്ന് ഗ്രന്ഥം എഴുതി വഫാത്തായി പോയി. എന്നാ അശ്അരി ഇമാം ഇസ്ലാം എന്ന് പുറത്താ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അശ്അരി ഇമാമിന്റെ ആദർശം തള്ളിക്കളയെന്ന് പറയാൻ പറ്റുമോ? ഇമാം ഷാഫി പുത്തംവാദി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ന പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ സക്കരിയ സുലൈയുടെ 1-2 ക്ലിപ്പ് ഇട്ടിട്ട് കണ്ടോ 19 കൊല്ലക്കാലം കൊണ്ടുവന്ന ആദർശമൊക്കെ പൊളിഞ്ഞു, ഇപ്പൊ എല്ലാവരും ശിർക്കിലേക്ക് എത്തി, നമ്മൾ അവരൊന്നായി, വാദങ്ങളൊക്കെ ശരിയായി. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് ആ ഭാഗത്തേക്കൊക്കെ. മടവൂരികളും കാരന്തൂരികളും ചേർന്നൊരുക്കിയ സംരംഭത്തെ അടിച്ച് തകർത്ത് കീറവല പൊളിച്ചു മാറ്റിയ ആളുകളൊക്കെ സത്യം മനസ്സിലാക്കി ചെങ്ങനംകുളത്തേക്ക് വന്നു. അപ്പൊ പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം മിതവാദി സുന്നികൾ എന്ന് പറഞ്ഞിട്ടൊന്ന് ഇറങ്ങി നോക്കുക. ആൾക്കാരൊക്കെ ഹാപ്പി ആയി പോകേണ്ടി ഞങ്ങളെ ഈ മിതത്വം കൊണ്ട്. എന്നാൽ ഞങ്ങൾ വഹാബിയാക്കുന്ന ഇതിനും തിരിഞ്ഞു നോക്കട്ടെ. നിങ്ങൾ വരി, നിങ്ങളല്ല, നിങ്ങളുടെ നേതാവായ ഏത് പിശാചിനെ കൊണ്ടുവന്നാലും ആരെ നിങ്ങൾ കൂട്ടുപിടിച്ചാലും നിങ്ങൾക്കൊരിക്കലും ഈ ദീനിൻ്റെ ആദർശത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പം സഹോദരങ്ങൾ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇടയ്ക്കിടയ്ക്ക് സാന്ദർഭികമായി ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ ഇവർക്ക് മടിയാണ്, അതിന് താല്പര്യമില്ല. കാരണം ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലതേതാ? ഔലിയാക്കന്മാരാണ്. കാരണം ഇവരെ പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മഹാനായ ഷേഖ് ജീലാനിയുടെ പേരിൽ ഇറക്കപ്പെട്ട മുഹിദ്ദീമാലയില് ഒരു വരി നമുക്ക് ഇങ്ങനെ കാണാം. എന്ത്? എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവര്. ഷേഖ് ജീലാനിയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയും പേടിക്കണ്ട. മൂപ്പര ഷേഖ് ജീലാനിയുടെ ത്വരീഖത്തിൽ കയറിക്കഴിഞ്ഞാൽ, കുതുബിയത്ത് നടത്തി ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെന്തില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ കുറച്ച് പള്ളി പൈസ കെട്ടാലും എത്തിമക്കളെ മുതൽ കെട്ടാലും കുറച്ചൊക്കെ ഹറാമായി കൈക്കൂലി അതൊക്കെ വാങ്ങിയാലൊന്നും കുഴപ്പമില്ല. അതിനൊക്കെ എന്താ, ഷേഖ് ജീലാനി ഒപ്പുണ്ടായാൽ മതി. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് സ്വന്നവർ. എൻ്റെ മുരീദ് നല്ലവനല്ലെങ്കിലും ഞാൻ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് മഹാന്മാരുടെ കൂടെ നിന്നാൽ മതി, നമുക്ക് സ്വർഗത്ത് പോകാൻ. അത് പറഞ്ഞാണ് ചെല്ല്. മഹാന്മാരുടെ കൂടെ ഇങ്ങനെ നിന്നെടുത്താൽ സ്വർഗത്ത് പോകാൻ പറ്റുമോ? മഹാന്മാരുടെ കൂടെ നിൽക്കണം. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അവർക്ക് അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ കൊണ്ടു നടന്ന ആദർശത്തിലൂടെയാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്. അല്ലാതെ നിങ്ങളുള്ള ഹറാമ് മുഴുവൻ ചെയ്യുക, ശിർക്ക് എടുക്കാനും പുതക്കാനും വിരിക്കാനും നനക്കാനും ഒക്കെ ശിർക്ക്. ഈ ബിദ്അത്ത്, ഖുറാഫാത്ത്, അന്ധവിശ്വാസം, ഇത് മുഴുവൻ അടിച്ചു കയറ്റി സാധാരണക്കാരായ ആളുകളെ മുഴുവൻ നരകത്തിലേക്ക് നയിച്ചിട്ട് മഹാന്മാരൊപ്പം പോയി നിന്നാണ്ടല്ലോ അവിടുന്ന് പിടിക്കണോ അവനെ ബന്ധിച്ച് നരകത്ത് കയറിയെന്ന് അള്ളാന്റെ സബാനിയാക്കളോട് പറയും. പക്ഷേ പുരോഹിതന്മാർ പറഞ്ഞ എന്താ അറിയോ? അൽക്കപ്പിലെ നായ സ്വർഗത്തിലല്ലേ, മഹാന്മാരൊപ്പം നിന്നിട്ടല്ലേ. അപ്പൊ ആൾക്കാരൊക്കെ നായനെ പോലെയാണ്. കേട്ടോളി നിങ്ങളെ വാചകം. തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പദവി ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കപ്പിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇന്നി യുഹിബ്ബു അഹ്ബാബല്ലാഹ് എന്ന നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. മമ്പർത്ത് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ പദവി ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അൽക്കപ്പിലെ നായ, ആ നായ ആ വിഭാഗത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ആ നായ സ്വർഗത്തിലാണെന്ന് മഹാന്മാർ പറഞ്ഞു. ആ നായയുടെ സ്ഥാനം എത്ര വലുതാ. ഇന്നി യുഹിബ്ബു അഹ്ബാബല്ലാഹ് എന്ന നായ പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുന്നു. മഹാന്മാരൊപ്പം നിന്നാ സ്വർഗത്ത് പോയിക്കൂടെ? മഹാന്മാരെ കൂടെ നിന്നാ സ്വർഗത്ത് പോകാൻ പറ്റും. അത് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇതിന് ചോദിക്കേണ്ട ചോദ്യം പണ്ടൊരു മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്. അൽക്കഫിലെ നായ സ്വർഗത്തിലാണെന്ന് ഈ നായിനോട് ഏത് നായിയാ പറഞ്ഞതെന്നാ?
ഇത് ഞാൻ ചോദിക്കൂല, കാരണം എൻ്റെ സംസ്കാരത്തിൽപ്പെട്ടതല്ല, ഞാൻ ചോദിക്കൂല. പക്ഷെ ഒരു മുസ്ലിയാർ ചോദിച്ചിട്ടുണ്ട്, ഇത് ക്ലിപ്പ് ഇടാനും നിൽക്കണ്ട, ഒരു മുസ്ലിയാർ ചോദിച്ച ചോദ്യമാണ്. അൽ കഹ്ഫിലെ നായ സ്വർഗത്തിലാണെന്ന് ഈ ഡേഷിനോട് ഏത് ഡേഷാ പറഞ്ഞതാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ രൂപത്തിൽ നായക്ക് തെക്ലീഫ് ഉണ്ടോ കൂട്ടരെ? നായക്ക് 4 കാലും ഒരു വാലും കൊടുത്ത് അങ്ങനെ തെണ്ടി തിരിഞ്ഞാൽ അതിൻ്റെ കാലം കഴിഞ്ഞു പോകും. നായ്ക്കളെ മാതിരിയാ മുസ്ലിമീങ്ങളായ നമുക്ക് തെക്ലീഫില്ലേ? വളരെ കൃത്യമായ പ്രമാണങ്ങളും നിയമങ്ങളും അതിർവരമ്പുകളും ഇല്ലേ? ഇതൊക്കെ പാലിക്കാതെ ഔലിയാക്കന്മാരൊപ്പം പോയി ഇങ്ങനെ ഒട്ടിന്നങ്ങക്കാണ് പായാലാ? അങ്ങനെ ഒരു വിശ്വാസം ആരും പഠിപ്പിച്ചിട്ടില്ലടോ. അത് മാലമൗലൂദുകളിലൂടെ ത്വരീഖത്തിന്റെ ആളുകൾ അവരുടെ ബിസിനസിന്റെ ആവശ്യാർത്ഥം പഠിപ്പിച്ചതാ. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം എന്ന് പറഞ്ഞ് കുപ്പായിട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ ശിർക്ക് പ്രചരിപ്പിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ഈ രൂപത്തിലെ കീറവല തന്നെ കിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മൂടി വെച്ചോണ്ടാ, നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ പറയുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാ, എങ്ങനെയെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ വയല് കേട്ട് 4 ആൾ മുജാഹിദാവുമെന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഈ രൂപത്തിൽ ഇതൊക്കെ മൂടി വെച്ച് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ രൂപത്തിൽ പിന്നെ ഇറങ്ങിത്തിരിച്ചത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ വലിച്ചു ചീന്തി ജനങ്ങളുടെ മുമ്പ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കേണ്ട മുസ്ലിമീങ്ങളെ കൊണ്ടുവന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനുള്ള തെളിവുകൾക്ക് വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അതുപോലെ തന്നെയുള്ള ആ രൂപത്തിലുള്ള സ്വലാത്ത് നഗറുകൾ സംഘടിപ്പിച്ചു. അതുപോലെ മുഖാമുഖങ്ങളിൽ KSRTC ബെൻസും പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞു. അങ്ങനെ അവസാനം പറഞ്ഞ അൽ കഹ്ഫിലെ നായി സ്വർഗത്തിലാണ്, അതുകൊണ്ട് നമുക്കൊപ്പം കൂടാ എന്ന് പറഞ്ഞു. ഇപ്പം അവസാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ആധുനിക കാലഘട്ടത്തിലെ ഈ ഉയർച്ചകൾ പിന്നെ ഈ ഉയർന്നു വരൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ അഭിമാനമാണ്. മുസ്ലിമീങ്ങൾ ആ രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് യുഗത്തിൽ വളർന്നു വന്ന് കമ്പ്യൂട്ടർ വൽക്കരണത്തിലേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളത് നമുക്ക് അഭിമാനമാണ്. പക്ഷെ മുസ്ലിയാക്കന്മാർ ഈ ആധുനിക കാലഘട്ടത്തിൽ വളർച്ചയൊക്കെ ഉപയോഗിക്കണതിനാരോ ശിർക്ക് പ്രചരിപ്പിക്കാൻ. മുഖാമുഖത്തിൽ ഒരു സാധാരണക്കാരനായ സുന്നി ചോദിക്കുകയാണെന്ത്? മൊഹിദ്ദീൻ ഷേഖിനെ 1000 വട്ടം വിളിക്കാമെന്ന് കുത്തുബിയത്തിലുണ്ട്. എന്റെ പേരിന് 1000 വട്ടം ആരെങ്കിലും ഒറ്റക്കിരുന്ന് ഇഖ്ലാസോടുകൂടി ഉദ്ദേശിച്ച സംഗതി മനസ്സിൽ വെച്ചുകൊണ്ട് വിളിച്ചാൽ അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉത്തരം കിട്ടുമോ? കിട്ടും. അതെന്താ? അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റ് ആണ്. കേട്ടോളി നിങ്ങൾ ആ ഫൈസിയുടെ വാചകം. പലിശക്കാരൻ പൈസ ഉണ്ടല്ലോ, കേട്ടോളി. 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാൻ അവനെ സഹായിക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂല്ലേ. മൊയ്തീൻ ഷേഖിന്റെ W 1000 തവണ പറയണം, എന്നാലേ വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല, മൂപ്പർ വെബ്സൈറ്റ് അതാ. മൂപ്പർ വെബ്സൈറ്റ് അതാ. വെബ്സൈറ്റ് പറഞ്ഞാൽ കുറെ 1000 വട്ടം W ഈ സാധുവിന്റെ വിചാരം. അതെന്നെ അറിയില്ല. എന്നിട്ട് വെറുതെ എന്നിട്ടാ അപ്പം എന്ത് മദ്രസ പഠനം ആധുനിക പഠനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ സ്ഥാപനമുണ്ട്, ഇവിടെ സ്ഥാപനമുണ്ട്, എവിടെ സ്ഥാപനം ഉണ്ടായിട്ടാ ഏത് രൂപത്തിൽ നിങ്ങൾ ആരെ പൊന്തിച്ച് കൊണ്ടിട്ട് എന്താ കള്ളനെ പഠിപ്പിച്ചാൽ പഠിച്ചോൻ കള്ളനായി എന്നല്ലാതെ വേറെ ഒന്നും അതിലില്ല. അപ്പൊ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന പുരോഗതിയുടെ ഭാഗങ്ങൾ പോലും ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ ഛർദിക്കുന്ന ഈ പുരോഹിതന്മാർ നയിക്കുന്നത് ശിർക്കിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 25ഓളം നബിമാരുടെ പ്രാർത്ഥനകൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു. ആ പ്രാർത്ഥനകൾ മുഴുവൻ അല്ലാഹു പഠിപ്പിച്ചത് അല്ലാഹുവിനോട് അവർ ദുആ ചെയ്തു എന്നാണ്. നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മുഴുവൻ ഹദീസിൽ നമുക്ക് കാണാം. റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്ന ഒരൊറ്റ എന്ന പ്രാർത്ഥനയാണ്. അല്ലാതെ റസൂലുള്ളാഹിനെ വിളിച്ചിട്ടോ ഔലിയാക്കന്മാരെ വിളിച്ചിട്ടോ ഹൂദിങ്ങളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പിയാവിനെ വിളിച്ചിട്ടോ ഒരു പ്രാർത്ഥനയില്ല. വളരെ വ്യക്തമായി ഖുർആനിലും സുന്നത്തിലുമുള്ള യാഥാർത്ഥ്യം തെളിയിക്കാൻ കഴിയാതെ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തു. അവിടെ നിൽക്കാൻ കഴിഞ്ഞാൽ അവസാനം ഇപ്പം എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ഖുർആനും ഹദീസൊക്കെ വിട്ടു. ഇപ്പം നേരെ രാമായണം ഭഗവത്ഗീതയും ബൈബിളും ഒക്കെയാണ് മുസ്ലിയാക്കന്മാർക്ക് തെളിവ്. അബ്ദുസമദ് പൂക്കോട്ടൂർ പ്രസംഗിക്കുകയാണെന്ത്? ഖുർആനും ഹദീസൊക്കെ നിങ്ങൾ വിടി, നിങ്ങൾ രാമായണത്തിലേക്ക് വരൂ. എന്താ? രാമായണത്തിലൊരു വാചകം ഉണ്ടല്ലോ, അവൻ ബല ശിർക്കിന് തെളിവാക്കി. നിങ്ങൾ ആലോചിച്ചു, അള്ളാന്റെ ഖുർആൻ തിരുത്തി, അതിന്റെ പുറമെ രാമായണം തിരുത്തി. വാൽമീകി മഹർഷി അവിടെ പറഞ്ഞ വാചകവും ഉദ്ദേശിച്ച ആശയവും തന്നെയല്ല, മുസ്ലിയാക്കന്മാർ അതും കൂടി ദുർവ്യാഖ്യാനം ചെയ്ത് എവിടെ എത്തി നിങ്ങൾ ആലോചിച്ച് നോക്കി. കേൾക്കാൻ നിങ്ങൾക്ക് ആ വാദം. രാമായണത്തിലുണ്ട് വാൽമീകി മഹർഷി പറയുന്നൊരു വാചകം. വാൽമീകി മഹർഷി രാമനോട് പറയണ, രാമ മനം കൃതം കൃതം രാമ, മനസ്സിന്റെ പ്രവർത്തനമാണ് രാമ പ്രവർത്തനം. ഇന്ന ശരീരകൃതം കൃതം, ശരീരത്തിന്റെ പ്രവർത്തനം പ്രവർത്തനമല്ല നോക്കണ്ട. ശരീരം എന്ത് ചെയ്തു നോക്കണ്ട, മനസ്സെന്ത് ചെയ്തു നോക്കോ. എന്നിട്ട് വാൽമീകി മഹർഷി ഒരു മിസാല് പറയാം. വാൽമീകി രാമനോട് പറയാം, ഏനെ ആലിംഗതേ
നീ നിന്റെ ഭാര്യയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമല്ലോ, അതിനുവേണ്ടി നീ ഉപയോഗപ്പെടുത്തുന്ന ആ കൈയുണ്ട്, ആ കൈ കൊണ്ട് ഞാൻ സുധാ നിന്റെ മകളെയും നീ ആലിംഗനം ചെയ്യുന്ന ആ കൈയുണ്ട്. മകളെ കെട്ടിപ്പിടിക്കുന്നതും ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നതും ഒരേ കൈയുണ്ടാണ്. പക്ഷെ രണ്ട് കെട്ടിപ്പിടുത്തത്തിനും ഒരു വ്യത്യാസം ഇല്ലേ? മനസ്സിലൊരു വ്യത്യാസം. മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെന്ന് വിളിച്ചാൽ മൊഹീദ്ദീൻ ഷേഖ് പഠിച്ചോണാ നമുക്ക് വിശ്വാസം ഇല്ലല്ലോ. അള്ളാഹ് വിളിച്ചാലുള്ള വിശ്വാസം വേറെ തന്നെയല്ലേ? രണ്ടും രണ്ടാ. ഒന്ന് അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് കാക്കാനും ഒന്ന് അള്ളാന്റെ കഴിവുകൊണ്ട് കാക്കാനും രണ്ടും വ്യത്യാസം. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നത് എനിക്ക് വാൽമീകിയുടെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ട തന്നെ ഉണ്ടോ? വാൽമീകിന്റെ തെളിവ് മതി, ഖുർആൻ ഹദീസ് വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. എന്താ വാൽമീകിന്റെ തെളിവിലുള്ളത്? മനസ്സിന്റെ പ്രവർത്തനം നോക്കിയാൽ മതി, ശരീരം എന്ത് ചെയ്യുന്നു നോക്കണ്ട. എന്താ തെളിവ്? രാമ കൃതം കൃതം. ഇമ്മാരത്തെ മുസ്ലിയാക്കന്മാരൊക്കെ ആണുങ്ങളില്ലാത്ത പെരീക്ക് ചെലവിനുണ്ടായണ്ടല്ലോ, നല്ല രസമുണ്ടാവും. ആ രാമാന കൃതം, നല്ല ഹൃദയകാരം. തെളിവ് എന്താ? ഇതൈകാരം. എന്നിട്ട് എന്താ പറയാ? അതിൻ്റെ ഭാര്യയാണ്. കാരണം എന്താ? മനസ്സുകൊണ്ട് ഭാര്യ എന്ന് വിചാരിച്ചാൽ ശരീരത്തിന്റെ പ്രവൃത്തി നോക്കണ്ട. മൊയ്തീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ തങ്ങൾ പഠിച്ചോനാണ് നമുക്ക് വിശ്വാസമല്ല. എന്നാ അത് അതിന് മാത്രം ഖിയാസാക്കാൻ പറ്റുക? ഒരു ഗ്ലാസ് കട്ടൻ ചായ, പിന്നെ മദ്യം ബിസ്മി ചൊല്ലി കുടിച്ചാൽ കട്ടൻ ചായ എന്നാ നെയ്യത്ത്. മനസ്സിൽ കട്ടൻ ചായയാണ്, കുടിക്കണേ കള്ളാണ്. ഹറാമാവൂലേ? സഹോദരങ്ങളെ, അന്യൻ്റെ ഭാര്യയെ പോയി വ്യഭിചരിക്കുക, എന്നിട്ടോ എൻ്റെ ഭാര്യയാണെന്നാ എൻ്റെ ചിന്ത. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇവരൊക്കെ ചെലവിനൊടുത്ത് പെരൻ്റെ ഉള്ളിൽ കയറ്റുന്ന മുസ്ലിയാക്കന്മാർ എത്രത്തോളം വികലമായ ആദർശമാണ് ശിർക്കിലൂടെ കുത്തിവെക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അപ്പം ഞാൻ കൂടുതലായി ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ ഖുർആനിലും സുന്നത്തിലും തെളിവില്ലാതെ വന്ന് ഈ രൂപത്തിൽ രാമായണം തെളിവ് പിടിച്ച് ഹൈന്ദവ സംസ്കാരങ്ങളെ പോലും കടമെടുത്ത് ആ രൂപത്തിൽ ശിർക്കിലേക്ക് പോകും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച ഹദീസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. ലാ തഖൂമു സാ, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. മുഅ്മിനുകളിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന് ശിർക്കിലേക്ക്, മുശ്രിക്കുകളോട് സാമ്യപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കൂല. അപ്പോൾ ഒരു വിഭാഗം ശിർക്കിലേക്ക് എത്തും. ഇത് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട സമസ്ത തറവാട്ടിൽ ജീവിച്ചു വളർന്ന ഒരു മുസ്ലിയാർ തന്നെ ക്ലിപ്പിങ്ങിന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. അദ്ദേഹം ഇസ്ലാം പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളാണ്. കേട്ടോളൂ. കരയിൽ 921 മുതൽ സംഘടിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൂട്ടർ കേരളത്തിലെ മുസ്ലിങ്ങൾ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കുകളായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദുകളുടെ മേലെ മെക്കിട്ട് കയറുകയും ഞങ്ങൾക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്ന് നാഴികക്ക് 40 വട്ടം പറയുകയും ചെയ്യുന്ന മുസ്ലിങ്ങളെ, നിങ്ങളോട് ഞാനൊരു ഹദീസ് പറഞ്ഞു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ തഅബുദൽ അസ്നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഹദീസാണ്, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് സംഭവ്യമല്ല, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ബിൽ മുശ്രികീൻ, ബഹുദൈവ വിശ്വാസികളോട് ചെന്നു ചേരുന്നത് വരെ, ബഹുദൈവ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ പോലത്തെ പ്രവർത്തനങ്ങളിലേക്ക് ചെന്നു ചേരുന്നത് വരെ ഖിയാമത്ത് സംഭവ്യമല്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മക്കളെ, മുസ്ലിം സമുദായത്തിൽ അഥവാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ ജീവിക്കുന്ന, ഇസ്ലാമിന്റെ പള്ളികളിൽ കയറി കൈകൊട്ടിക്കൊണ്ട് ഖിബ്ലക്ക് അഭിമുഖമായി നിസ്കരിക്കുന്ന, തറാവീഹ് നിസ്കരിക്കുന്ന മുസ്ലിങ്ങളെ, നമ്മെക്കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഹത്താ തഅബുദൽ അസ്നാം, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്.
അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ടമായ ഉമ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിച്ച ആ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീന വഹത്താ തഅബുദൽ ഔസാൻ. മുശ്രിക്കുകളിലേക്ക് ചെന്നു ചേരുന്നതുവരെ, വിഗ്രഹത്തെ ആരാധിക്കുന്നതുവരെ എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി എത്തുന്നതുവരെ ഖിയാമത്ത് സംഭവ്യമല്ല. ഒന്ന് തിരിഞ്ഞു നോക്കൂ അപ്പുറത്തേക്ക്. ഈ പ്രസംഗിക്കുന്ന എന്റെ പിന്നിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, പ്രവാചകൻ പറഞ്ഞ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലേ എന്ന് പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. അതെ, അപ്പവാണിഭവും ഇടിയപ്പവാണിഭവും പുട്ടുവാണിഭവും ഒക്കെ നടത്തിക്കൊണ്ട് മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങൾക്ക് സമാനമായ പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്ന മുസ്ലിം സഹോദരങ്ങളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ സ്വാഭാവികമായി ഒരു സംശയമുണ്ട്. പ്രവാചകൻ പറഞ്ഞത് മൗലവി മുശ്രിക്കുകളിലേക്ക് ചെന്നു ചേരുമെന്നല്ലേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുവല്ലേ. ഞങ്ങൾ ഏത് വിഗ്രഹത്തെ ആരാധിച്ചത്? ഞങ്ങൾ ഏത് വിഗ്രഹത്തെ ആരാധിച്ചു? പറ മൗലവി, പറയാതെ നിന്നെ വിടൂല എന്നൊക്കെ മുഖാമുഖത്തില് വീമ്പിളക്കുന്ന ചില സഖാഫിമാരെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയണോ, അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിരിയുന്നതിന് മുമ്പ് അവിടുന്ന് ലോകത്തോട് പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആകാശത്തിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഒരു പ്രാർത്ഥന ഹിജ്റ 11-ാം വർഷത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നടത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥന എന്തെന്നറിയുമോ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രീ വസനൻ യുഅബദൂ. പടച്ചവനെ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ല, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ പടച്ചവനെ. കണ്ടോ നബി തങ്ങളുടെ പ്രാർത്ഥന? എന്ത്? എന്റെ ബിംബമുണ്ടാക്കി ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവല്ലേ എന്നല്ല നബി തങ്ങൾ പ്രാർത്ഥിച്ചത്. പിന്നെ എന്റെ ഖബർ അതേ നീളത്തിൽ കെട്ടിപ്പൊക്കി അതിന്റെ മുന്നിൽ ചന്ദനത്തിരിയും പൂക്കളും വെച്ച് അതിന്റെ മുന്നിൽ നൈവേദ്യങ്ങളും പൂജാർപ്പണങ്ങളും നടത്തിക്കൊണ്ട് ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹത്തിന് സമാനമായി എന്റെ ഖബറിനെ നീ ആക്കല്ലേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ച അഷ്റഫുൽക്കിന്റെ വാചകം എന്താ മുസ്ലിങ്ങളെ? ഖബർ വിഗ്രഹത്തിലേക്ക് എത്തുമെന്നല്ലേ. കണ്ടോ, അപ്പവാണിഭ നേർച്ച നടത്തുന്ന പള്ളി മുതൽ അങ്ങോട്ട് പരിശോധിക്കൂ നിങ്ങൾ. മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങളുടെ ജാറം, ഞങ്ങളുടെ നാട്ടിൽ പുറക്കാട് അറബി സയ്യിദ് തങ്ങളുടെ ജാറം, ഞങ്ങളുടെ തൊട്ടടുത്ത മഹലിലെ കറുത്ത തങ്ങൾ ഔലിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജാറം, അങ്ങനെ തുടങ്ങി തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് പിന്നെ ഖബർ തോട്ടം വരെ പരിശോധിക്കൂ നിങ്ങൾ. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബർ വ്യവസായം. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. എല്ലാം ഇവിടെ നടക്കുന്നതൊക്കെ അപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടോ, നിങ്ങൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടില്ലേ? അപ്പുറത്ത് പൂരമഹോത്സവത്തിനുണ്ടാകുന്ന എല്ലാ ജാടകളും ഇപ്പുറത്ത് നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ഉത്സവങ്ങളിലും വാണിഭങ്ങളിലും നാം കാണുന്നു. ചെണ്ടയടിയും വാദ്യമേളങ്ങളും കരിമരുന്ന് പ്രയോഗങ്ങളുമൊക്കെ. സഹോദര, ഒരായത്ത് നിങ്ങൾക്കറിയുമോ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, കഴിഞ്ഞുപോയ മുശ്രിക്കുകൾ കഴിഞ്ഞുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾ അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയുമോ? അവരുടെ പ്രാർത്ഥന ഇല്ലാ മുകാഅം വതസ്ദിയാ, കൊമ്പുവിളിയും കുഴൽവിളിയും ഒക്കെയാണ് അവരുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, മുസ്ലിങ്ങളെ, എന്റെ ഗ്രന്ഥമാണ്, ഞങ്ങളുടെ വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിനെതിരെ ആരെങ്കിലും ചെറുവിരലണക്കിയാൽ അതിനെതിരെ ജാഥ നയിക്കുകയും അയാളെ കൂക്കുവിളിക്കുകയും ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ,
നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നു, മുശ്രിക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാണത്. മുശ്രിക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് തുല്യമാണത്. കാരണം അവരുടെ പ്രാർത്ഥന മുട്ടുവിളിയും കുഴൽവിളിയും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളുമാണെങ്കിൽ അതിൻ്റെ അകമ്പടിയില്ലാതെ മുസ്ലിങ്ങൾക്കും ആരാധിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. കണ്ടില്ലേ? എന്ത് നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ച സിയാറത്ത് ചെയ്യണമെങ്കിൽ ബാൻഡുമേളത്തിന്റെ അകമ്പടി വേണം, വേണ്ടേ? കുഴൽവിളി വേണ്ടേ? പീപ്പി വേണ്ടേ? ഡും വേണ്ടേ? ഇതൊന്നുമില്ലാത്ത പിന്നെ സിയാറത്താകൂല എന്നാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പ്രവാചകൻ പറഞ്ഞു, ഹത്താ തഅബുദൽ ഔഥാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുവരെ ഖിയാമത്ത് സംഭവ്യമല്ല. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബ് പ്രവചിച്ച പ്രവചനം യഥാർത്ഥത്തിൽ ഇവിടെ പുലർന്നിരിക്കുന്നു എന്ന് നമുക്ക് മുസ്ലിം സമൂഹത്തിൻ്റെ അവസ്ഥകൾ ദൃശ്യസമേതം പഠിപ്പിച്ചു വരികയാണ്. സഹോദരങ്ങളെ, ശിർക്കിനെ പൂജിച്ച് പച്ചയായ ശിർക്ക് സമൂഹത്തിൽ വേരോട്ടുവാൻ വേണ്ടി എല്ലാ തരത്തിലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ കുപ്പായമിട്ട് സമൂഹത്തിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഖുബൂരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോടൊപ്പം സംബന്ധക്കാരായി ചേർന്നിട്ടുള്ള പുതിയ ആളുകൾ, മടവൂരികൾ, അവർ ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ പുതിയ സംബന്ധക്കാരായി ഈ ഖുബൂരികളുമായി കൂട്ടുകൂടി ഇപ്പം നല്ല സിറാജിൽ ലേഖനങ്ങൾ എഴുതാൻ വേണ്ടി റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് ആരാ? മടവൂരി ഭാഗത്തിൻ്റെ ആൾക്കാർ. ഇവിടെ നിങ്ങട്ട് വർത്തമാനത്തേക്ക് റിപ്പോർട്ട് കൊടുക്കണ ആരാ? ഈ രൂപത്തിലുള്ള ഖുറാഫി മുസ്ലിയാക്കന്മാർ. അങ്ങനെ ആ രൂപത്തിലുള്ള സംബന്ധം പുലർത്തിക്കൊണ്ട് എന്ത് കിട്ടിയെന്നറിയോ നിങ്ങൾക്ക്? കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കൾ ഷിർക്കിലേക്ക് പോയി. മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ മാത്രം പറയുമ്പോൾ ആ വിഭാഗത്തിന്റെ ലക്ഷണങ്ങൾ പകർത്തിയെടുത്ത് ഷിർക്കിലേക്ക് ആര് പോയി? മടവൂരികൾ പോയി, അവരുടെ നേതാക്കന്മാർ പോയി. നോക്കൂ നിങ്ങൾ, ശ്രീനാരായണ ഗുരു ജയന്തി, ഗുരുവിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടന്ന മതസൗഹാർദ്ദ സമ്മേളനത്തിൽ സലാഹുദ്ദീൻ ഫൈസി എന്ത് ചെയ്യുന്നു? ദീപം തെളിക്കുന്നു. ആ ഷിർക്കിന്റെ ആചാരങ്ങൾക്ക് പോയി ഒരു പള്ളിയിലച്ചന്, അതുപോലെ തന്നെ ഒരു പൂജാരി, അതുപോലെ മുസ്ലിം പ്രതിനിധികൾക്ക് സലാഹുദ്ദീൻ മദനി എങ്ങനെ വന്നു? ഷിർക്കിലേക്ക് എത്തി. ഇത് അവരുടെ പത്രം, വർത്തമാന പത്രം സെപ്റ്റംബർ 22 വളരെ അഭിമാനത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ്. വളരെ അഭിമാനത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല, അവര് ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ ഇറക്കപ്പെട്ട പത്രത്തിൽ അമ്മയുടെ പരസ്യം സപ്ലിമെന്റ് കണ്ടോ, പണം കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ പരസ്യം അവർ ഇറക്കിക്കൊടുത്തു. മാതാമൃതാനന്ദമയി എന്ന ആൾ ദൈവത്തിന്റെ സംസ്കാരം ജനങ്ങളുടെ മുമ്പിൽ വേരോട്ടുവാൻ അവിടെ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് പരസ്യം കൊടുത്തു. ഇതൊക്കെ മടവൂരികളില്ലാത്ത ഈ പ്രദേശത്ത് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ, മടവൂരികളുടെ ആദർശ വ്യതിയാനം സംഭവിച്ച അവർ പറഞ്ഞ ചില ക്ലിപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കേൾപ്പിച്ച് അവരുടെ സെൽഫി ഫസ്റ്റൊക്കെ ഇട്ടിട്ട് ഒക്കെ മുജാഹിദീങ്ങളുടെ നേരെ വെച്ച് കെട്ടിയിട്ട് കണ്ടോ, നമ്മൾ നേർച്ചയൊക്കെ പണ്ടേ എതിർത്തതല്ലേ, ആ നേർച്ച നമ്മളെ പേരിൽ പിന്നെ ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പകരമായി എന്ത് ചെയ്യും? സെൽഫി ഫസ്റ്റ് ഇട്ടിട്ട് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവനാണ് ഈ രൂപത്തിൽ നവീകരിച്ചത്. എന്നാൽ നേർച്ച ഇവിടെ വന്ന മുസ്ലിയാരുട്ടിയും അത് പ്രസംഗിച്ചു. ഇവിടെ വന്നവനും പറഞ്ഞു, എന്ത് നേർച്ചയെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, പണ്ട് മുതലേ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ആരാ ഈ പണ്ട് മുതൽ? അടുത്ത കാലത്ത് ഇസ്ലാം പ്രസ്ഥാനവുമായി വാദപ്രതിവാദം നടത്തി ഉത്തരം മുട്ടി ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതല്ലേ, പൂർവികരായ നിങ്ങളുടെ സമസ്ത ആലിമീങ്ങൾ പറഞ്ഞ ഫത്വയും അവരെഴുതിയ പുസ്തകങ്ങളും നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ ഉത്തരം മുട്ടിയപ്പോൾ നിങ്ങളത് സമ്മതിച്ചതാ. ഇതിവിടെ മാത്രമല്ല, കാന്തപുരം വിഭാഗത്തിലെ പേരോട് അബ്ദുറഹിമാൻ സഖാഫി നാദാപുരത്തും ഇതുപോലെ ഹുസൈൻ സൽഫിന്റെ മുമ്പിൽ ഉത്തരം മുട്ടിയ അവസാനം അദ്ദേഹം രസകരമായ ഒരു വാക്കിലൂടെയാണ് അതിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നത്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. മറുപടി ഹുസൈൻ സൽഫി പറയുന്നതുണ്ട്, അത് നിങ്ങൾ കേട്ടോളൂ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖ്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അത്
അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികളെ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ രണ്ടാളും മാത്ര സുന്നി, ഇവരാപിടുത്ത സുന്നി. നിങ്ങളുടെ തലതൊട്ടപ്പം മുസ്ലിയാക്കൾ എഴുതി വെച്ചതായി കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എതിർത്താൽ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയെന്ന് കേട്ടോ, നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണ് തീരുമാനിച്ചത് കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1951 പ്രശസ്ത പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ എടുത്ത മേൽ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് വല്ല പടുമൂടൻ കുട്ടികളും ഒരഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ആ തീരുമാനത്തെ അവഗണിച്ചോ അതിക്രമിച്ചോ അഭിപ്രായം പറയുന്നവൻ യഥാർത്ഥ സുന്നിയല്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശത്രുവും വഹാബി ചാരനുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. ആരാണി പറഞ്ഞതെന്നോ? നിങ്ങളുടെ മുതമുത്തപ്പന്മാരായ മുസ്ലിയാക്കന്മാര് പറയുന്നു ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് ആ തീരുമാനമെന്നോ? ചെണ്ടമുട്ട് ഹറാമല്ല, കുഴൽവിളി ഹറാമല്ല, അതേപോലെ തന്നെയുള്ള കുറെ സംഗതികൾ പറഞ്ഞിട്ട് അതൊന്നും ഹറാമല്ല എന്ന്, അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തീരുമാനത്തെ എതിർക്കാൻ വന്നവൻ വല്ല പടുമൂടൻ കുട്ടികളും ഉണ്ടെങ്കിൽ അവര് വഹാബിച്ചാരനാണ് കേട്ടോ, അവര് സമസ്തയുടെ ശത്രുവാണ് കേട്ടോ. നിങ്ങൾക്ക് സമസ്തയുടെ സ്ഥാനം, സമസ്തയിലെ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണെന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കന്മാരാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അടുത്ത പ്രസംഗത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറയണം. ആരൊക്കെയാണ് ഈ കുട്ടും വിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞത്? കേട്ടോളൂ. സമസ്തയുടെ മുൻകാല പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകൾ, പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായ റംലി തങ്ങൾ, ആമയൂർ ഉസ്താദ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഇബ്രാഹിം മഖ്ദൂം തങ്ങൾ, ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, തെന്നിന്ത്യ മുഫ്തി എന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച മർഹൂം അബു സാദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാരിഅത്തി തുടങ്ങിയ പണ്ഡിത സാദാത്തുക്കളും, റാഫിഈ ഇമാം, നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ബുജൈരിമി, റംലി തങ്ങള്, ഇമാം ഗസാലി, ഇമാം റാബി, ഇമാം ബുൽഖൈനി, ജാജുർമി, ഇബ്നു ഫൽഖഹ്, ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ്. കതിലുള്ള തെറ്റുകളെന്ന് ഞാൻ വായിക്കാം കേട്ടോ. ബദർ ഇബ്നു ജമാ, അല്ലാമ ഖൽയൂബി, അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീഫ, ശൈഖ് മുഹമ്മദ് മുഹ്താരിൽ ജാവി തുടങ്ങിയ ഇമാമീങ്ങളും മുട്ടും വിളിയെ സംബന്ധിച്ചും മുട്ടും വിളി നേർച്ചയെ സംബന്ധിച്ചും എന്ത് പറയുന്നു എന്ന് കാണുക, അത് മാത്രം നാം അംഗീകരിക്കുക. ഇതിനെതിരിൽ ന്യായീകരിച്ച് ഏതെങ്കിലും സുന്നി കോലങ്ങൾ എന്ത് തെളിവ് നിരത്തിയാലും നമുക്കൊരിക്കലും അതെടുക്കേണ്ടതില്ല. ഇക്കൂട്ടർ നിരത്തുന്ന എല്ലാ തെളിവുകളും ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാരും ഇമാമീങ്ങളുമായ മശായിഖന്മാര് മുഖേന കിട്ടിയതാണല്ലോ. അതല്ലാതെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് പഠിച്ചു വന്നവരല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ആരൊക്കെ ഇപ്പൊ അംഗീകരിച്ച്? ഇനിയും തീർന്നോ സുഹൃത്തുക്കളെ? മമ്പുറത്തെ തങ്ങൾ എന്താ പറഞ്ഞത്? മമ്പുറം തങ്ങളുടെ കൊടി കിട്ടണമെങ്കിൽ പോലും എന്താ നിയമം? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ വായിക്കുന്നത് സിറാജിൽ നിന്നല്ലേ. എന്താ അതിൽ പറയുന്നത്? മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അത് ഇപ്പോഴത്തെ തീരുമാനമായിരിക്കും. തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്തും ഇത് തന്നെയാണ് പരിപാടി. അപ്പോ വളരെ വ്യക്തമായി പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങൾ ഈ ബഹുദൈവ വിശ്വാസത്തെ, ഈ ശിർക്കൻ ആചാരത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി. അപ്പോൾ ഇപ്പോൾ ലേശം മുസ്ലിയാക്കന്മാർ വന്നിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ
ഈ ക്രൂരമ്പുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങളതിനെ പണ്ടേ എതിർത്തിട്ടുണ്ട്. കാടേരിൻ്റെ ലേഖനുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിയാൻ ശ്രമിക്കുക. ഒഴിയാൻ നിങ്ങൾക്ക് കഴിയില്ല. അപ്പം അതുകൊണ്ട് അതാണ് ഇവിടെ കേൾപ്പിച്ചിട്ടുള്ളത്. പിന്നെ പേരോടിൻ്റെ ക്ലിപ്പിട്ട് കേൾപ്പിച്ചു, സിറാജിനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ എന്ന് പറയാൻ നിൽക്കണ്ട. ആശയപരമായി നിങ്ങളൊക്കെ ഒന്നാണ് എന്ന് ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു, മുസ്ലിയാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആശയപരമായി നിങ്ങളൊക്കെ ഒന്നാണ്, സംഘടനാപരമായി രാഷ്ട്രീയപരമായുള്ള തർക്കത്തിൽ ഞങ്ങൾ വ്യത്യസ്തമുള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം ഒന്നാണ്. മാത്രമല്ല അവിടെ വായിച്ച ബുക്കാരും പേരോട് എഴുതിയതോ കാന്തപുരം എഴുതിയതോ അല്ല, മറിച്ച് പൂർവികരായ സമസ്തയുടെ ആലിമീങ്ങൾ എഴുതിയതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒഴിവാൻ പറ്റൂല. അപ്പോൾ പൂർണ്ണമായും ഷിർക്കിലേക്ക് മുസ്ലിം സമൂഹത്തെ വലിച്ചു കൊണ്ടുപോയി ഷിർക്കിൽ തളച്ച് അവരുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ മുസ്ലിം സമൂഹത്തിലെ പുരോഹിതന്മാർ ആ ഉദരപൂർത്തീകരണത്തിന് തെളിവ് കാണാൻ കഴിയാതെ വന്നപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വെച്ച് അടിച്ച വടിയാണെന്ത് ഈ മടവൂരികൾ കൊടുത്ത ജിന്നു പിശാചി സിഹിർബാധ തുടങ്ങി ഇങ്ങനെയുള്ള സംഗതികൾ സലഫി ഫസ്റ്റ് ഒക്കെ അതിൽപ്പെടും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുകയാണെന്ത് മുജാഹിദുകൾ 19 കൊല്ലം പടുത്തുയർത്തിയ ആദർശമൊക്കെ തകർന്നു, ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. അത് കണ്ടല്ലോ, ശങ്കരംകുളത്ത് വന്നപ്പോൾ കണ്ടില്ല. ഇനി കാണാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈരളിയിലും മനോരമ ന്യൂസിലും വളരെ കൃത്യമായി ലൈവായിട്ട് കാണിച്ചു തന്നു. കണ്ടില്ല നിങ്ങൾ? 5 വർഷം മുമ്പുള്ള എറണാകുളം സമ്മേളനത്തിന് ശേഷം ഈ രൂപത്തിൽ നിങ്ങളെ മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ബാനറിൽ കാരന്തൂരികളും ജിന്ന് പിശാച് ബാധ പുനരായിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങൾ എന്ന പേരിൽ മടവൂരികളും അതുപോലെ തന്നെ ആദർശ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നിങ്ങളും ഒക്കെ ഒരേ വിഷയം പറഞ്ഞിട്ടും നിങ്ങളുടെ ഈ കീറവലയിൽ ഒരു സുന്നിയും മുജാഹിദും കുടുങ്ങിയിട്ടില്ല. ആളുകൾ അവിടെ 10 ഇരട്ടി വർദ്ധിച്ചു എന്നും ജനസാഗരം തൗഹീദിന്റെ ആ പ്രൗഢോജ്വലമായ ആ സദസ്സിൽ വന്നു ചേർന്നു എന്നതും ഞങ്ങൾക്ക് അഹങ്കരിക്കാനല്ല, അഭിമാനത്തോടുകൂടി നിങ്ങൾ പറയുകയാണ് ഹക്കിൻ്റെ പാർട്ടി ഞങ്ങളാണ് എന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുന്നതൊക്കെ നുണയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഇട്ടല്ലോ കുറേ ക്ലിപ്പുകൾ, സാധാരണക്കാരായ ആൾക്കാരൊക്കെ കണ്ടല്ലോ. എന്താ നിങ്ങൾ കണ്ടത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? സഹോദരങ്ങളെ, ഇവിടെ ഇട്ടിട്ട് പറയുകയാണ് നമ്മൾ മഹാന്മാരായ മഹത്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതവർ കേൾക്കുകയില്ല എന്നും അഭൗതികമായ സഹായം നൽകാൻ അള്ളാഹുവിന് മാത്രമേ കഴിവുള്ളൂ എന്നുമല്ലേ ഇത്ര കാലം മുജാഹിദ് പറഞ്ഞത്. എന്നാൽ അത് മാറിയിട്ടുണ്ട്. സക്കരിയ സ്വലാഹി പറയുന്നത് കേൾക്കൂ, ഡോക്ടർ സുബൈർ പറയുന്നത് കേൾക്കൂ, ശംസുദ്ദീൻ ബാലത്ത് പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച ഹദീസ് ഇടുക. കണ്ടോ ഹദീസിലുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഞങ്ങൾ ആരെങ്കിലും ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, ഇന്ന് നമ്മുടെ ആളുകൾ ചെയ്യുന്ന പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ ജിന്നുകളോട് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ജിന്നുകളുടെ സേവ പിടിച്ചു പറ്റുന്ന ജിന്ന് സേവകന്മാർക്ക് ചില കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചു കൊടുക്കും. ആ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണിന് അഭൗതികമാണെങ്കിലും നമ്മുടെ കണ്ണിന് അത് ഗൈബാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ പിശാചിന്റെ ജിന്നിന്റെ ലോകത്തിൽ അത് ഗൈബല്ല. അതാ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. അത് പുത്തൻവാദാണ്. പുത്തൻവാദമല്ല. 1974 മുതൽ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബിയിൽ എഴുതിയത് കാണാൻ സാധിക്കും. സാക്ഷാൽ ഗൈബും ആപേക്ഷിക ഗൈബും. എന്താ അതിൽ പറയുന്നത്? ദൃശ്യലോകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ അധികവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നു. അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപകരണങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നു. പിന്നെ പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും പിന്നെ മൈക്രോസ്കോപ്പിന്റെ ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഗൈബായിരുന്നു. അതേപോലെ തന്നെ ഒരു മുറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്നവന് ഗൈബ് ആയിരിക്കും. ഈ നിലക്ക് ദൃശ്യലോകത്ത് തന്നെ ഒരുത്തന് ഗൈബ് ആയത് മറ്റൊരുവന് അറിയുന്നതായിരിക്കും. ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചക്ക് കാണാൻ സാധിച്ചേക്കും. ജിന്നിന് കാണാത്തത് മനുഷ്യന് കണ്ടില്ലെന്ന് വരാം. ഇതൊന്നും സാക്ഷാൽ ഗൈബ് അല്ല. മതത്തിന്റെ അടിസ്ഥാനപരമായ ഗൈബിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ദൃശ്യലോകത്തും തന്നെയുള്ള ഈ ആപേക്ഷികമായ ഗൈബിനെയല്ല. ദൃശ്യപ്രപഞ്ചത്തിന്റെ പിന്നിൽ മനുഷ്യന് ഒരു വിധത്തിലും കാണാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ പിന്നിലുള്ള രഹസ്യമായ ഗൈബ് ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് പുതിയ വാദമാണോ? അല്ല. വർഷങ്ങൾക്ക് മുമ്പ് സൽസബീലിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് എഴുതി. എന്നിട്ട് പുത്തൻ വാദമാണത്രേ. സഹോദരങ്ങളെ, ആപേക്ഷിക ഗൈബും സാക്ഷാൽ ഗൈബും വ്യത്യാസമുണ്ട്. ജിന്നുകൾ നമ്മളെ കാണുന്നു, മനുഷ്യരെ കാണുന്നു. അതുപോലെ മനുഷ്യർക്ക് ജിന്നുകളെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ പ്രവർത്തനങ്ങൾ ഗൈബാണ്. പക്ഷെ ജിന്നിന്റെ ലോകത്ത് അത് ഗൈബല്ല. അതാണ് പറഞ്ഞത് പൂച്ചക്ക് കാണാത്തത് നമുക്ക് കാണാത്ത പൂച്ച കാണും. അപ്പൊ പൂച്ച ഗൈബ് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഒരു റൂമിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊരു പക്ഷേ
ഗൈബായിരിക്കും. പക്ഷേ അത് വേറെ രൂപത്തിൽ കാണുന്നവൻ ഗൈബ് പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ രൂപത്തിലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും നിങ്ങൾക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. കാരണം ഭൗതികമായി സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്നല്ലേ നിങ്ങളുടെ വാദം? അങ്ങനെ തന്നെ ഞങ്ങളുടെ വാദം. പക്ഷേ ആ അഭൗതികമായി സഹായിക്കാൻ കഴിവുണ്ട് ജിന്നുകൾക്ക് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ അഭൗതികത കേവലം ദുനിയാവിലതാണ്, ജിന്നുകളുടെ ലോകത്തത് അഭൗതികമല്ല. നമുക്ക് കാണാത്തത് കൊണ്ട് ഇതിനെ ഗൈബ് എന്ന് പറയണ്ട. ഇത് ഇസ്ലാം പ്രസ്ഥാനം പുതിയതായി പഠിപ്പിച്ചൊരാശയമൊന്നല്ല സഹോദരങ്ങളെ. നിങ്ങൾ കേട്ടോളി, ഇത് വളരെ വ്യക്തമായി 1989 ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്ത്? ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ലോക സമ്പ്രദായം അനുസരിച്ച് ചിലർ അനുമാനങ്ങൾ സ്വരൂപിക്കാനോ സൃഷ്ടികൾക്ക് കഴിയും. നാളെ സ്വരൂപിക്കാനേ സൃഷ്ടികൾക്ക് കഴിയൂ. അപ്പോൾ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എന്തെങ്കിലുമൊക്കെ പറയാനേ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ കേട്ടോളൂ, യഥാർത്ഥത്തിൽ ഗൈബ് അറിയുന്നവർ എന്താണ്? ചില ആളുകൾ അനുമാനങ്ങൾ സ്വരൂപിക്കാനും സൃഷ്ടികൾക്ക് കഴിയും. നാളെ ഇത്ര മണിക്ക് മഴ പെയ്യുമെന്നോ മറ്റന്നാൾ ഇന്ന ആൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുമെന്നോ ആർക്കും കൃത്യമായും ഉറപ്പായും പറയുക സാധ്യമല്ല തന്നെ. ഇതുപോലെ തന്നെയാണ് വർത്തമാന ഭൂതങ്ങളിൽ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള എല്ലാ കാര്യത്തിൻ്റെയും സ്ഥിതി. ഭാവിയെ സംബന്ധിക്കുന്ന കാര്യത്തിലും പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള കാര്യത്തിലും ഊഹാനുമാനങ്ങൾ നടത്തുന്ന എല്ലാവരും ഒരേപോലെയല്ലെന്ന് പറയാം. ഓരോരുത്തൻ്റെയും ബുദ്ധിക്കും ചിന്തക്കും അറിവിനും പുറമെ ഓരോരുത്തർക്കും ഉപയോഗിക്കപ്പെടുത്താൻ കഴിയുന്ന മാർഗങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ച് അനുമാനങ്ങൾ ശരിയാകും, തെറ്റായി പുലർന്നെന്നും വരാം. ഉദാഹരണമായി, ഒരാളുടെ ജ്വരം 2 ദിവസം കൊണ്ട് സുഖപ്പെടുമോ ഇല്ലയോ എന്നതിൽ ഡോക്ടർമാരുടെ നിഗമനമായിരിക്കും ഒത്തുവരിക. പല ഡോക്ടർമാരുടെയും അഭിപ്രായങ്ങൾക്കെതിരായി ചിലപ്പോൾ ഒരു വിഡ്ഢി പറഞ്ഞതനുസരിച്ചും സംഭവിച്ചുകൂടായികയില്ല. എന്തുതന്നെയായും സംഭവിച്ചപ്പോൾ തങ്ങളുടെ അഭിപ്രായം ശരിയാണെന്നല്ലാതെ ഒരു വിധത്തിലും മാറ്റം വരുവാൻ പാടില്ലാത്ത ഒരു അറിവ് അവർക്കാർക്കും അതേപ്പറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ ഗൈബിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഗൈബ് പടച്ചോനെ അറിയുള്ളൂ. പിന്നെ ഡോക്ടർമാർ ചില ആളുകളുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ പറയും, അത് ചിലപ്പോൾ ശരിയായി എന്ന് വരും. അതേപോലെ ഈ പിശാചുക്കൾ ചില കാര്യങ്ങൾ കട്ടുകേട്ട് അത് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും, 100 നുണ ചേർത്ത് ജ്യോത്സ്യന്മാരത് പറയും, അപ്പം ചിലത് ശരിയായി എന്ന് വരും. പക്ഷേ യഥാർത്ഥ ഗൈബിൻ്റെ അടിസ്ഥാനത്തിൽ അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ജിന്നു അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയും ഉള്ളതാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നു എന്ന് ഖുർആൻ സൂറത്തുൽ അഅറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ കണ്ടു കഴിഞ്ഞുവല്ലോ. മനുഷ്യനെ വഴി പിഴപ്പിക്കുവാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും കേട്ടോളി, ഞങ്ങളുടെ വിശ്വാസം പുതിയതല്ല, ഇത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ടേ പറഞ്ഞതാണ്. കേട്ടോളി, ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചിട്ടില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു സാങ്കത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവൻ്റെ സേവ ലഭിക്കുന്നതിലും അസംഗത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് തെറ്റോ ശരിയോ എന്നതല്ല പ്രശ്നം. അവരുടെ അടുക്കൽ പോകാമോ, അവർ പറയുന്നത് വിശ്വസിക്കാമോ, അവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കാമോ എന്നതാണ് പ്രശ്നം. ഇതെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു. നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് വിരോധിച്ചതുപോലെ തന്നെ അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്ത് അത് വിരോധിച്ചിട്ടുണ്ടോ അതോ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, 1989 അമാനി മൗലവി വളരെ വ്യക്തമായി ഖുർആൻ പരിഭാഷയിലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ പഠിപ്പിച്ചൊരാശയാണ്. എന്നിട്ട് ഇപ്പം അഭൗതികമായി ജിന്നുകൾ സഹായിക്കുമെന്ന് മുജാഹിദീങ്ങളെ വാദാണ്. എടോ, അത് ഹദീസിലെ വാദാണ്. ശൈത്താന്മാർ ആ രൂപത്തിൽ കട്ടുകെട്ടി ചില കാര്യങ്ങൾ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും. നിങ്ങളെ സിഹിറും ഏലസും ഉറുക്കും ഐക്കലേറ്റ് നടക്കുന്ന അസ്മാഅ് തൽസമാത്തിന്റെ മുസ്ലിയാക്കന്മാരില്ലേ, ഓരൊക്കെ ചില കാര്യങ്ങൾ നിഗമിച്ച് പറയുന്നത് എങ്ങനെ? ഈ ശിർക്കിലൂടെയാണ്, ഈ പിശാചിന്റെ സഹായത്തിലൂടെയാണ്. അല്ലാതെ ഔലിയല്ല, അയാള് ബീബിയല്ല, അയാൾക്ക് ബർക്കത്തും പ്രത്യേകമായ കറാമത്തൊന്നും ഉണ്ടായിട്ടല്ല.
ഷെയ്ത്താന്റെ സഹായത്തിലൂടെ നിസ്കാരത്തെ നെറ്റിമത്തെ ചൂട്ട് കനലുകൊണ്ടൊന്നും ഓൻ എന്താവൂല മുസ്ലിമിന് പേര് കൊണ്ടാവും. പക്ഷേ അവന്റെ അടുക്കൽ പോകുന്നവൻ കാഫറാണ്. അവൻ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇത് വ്യക്തമായി ഹദീസിലുള്ള ഞങ്ങൾ പണ്ട് മുതലേ പഠിപ്പിച്ചതാ. എന്നാ കേട്ടോളി, ഇതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതും ഇവിടെ അമാനി മൗലവി തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഗൈബിന്റെ വിഷയത്തിൽ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണ്. കാരണം ഇവിടെ വല്ലാതിട്ട് കളിപ്പിച്ചൊരു വിഷയമായതുകൊണ്ട് ഒന്ന് അടുപ്പിച്ചു പറയാണ്. മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ. കേട്ടോ മുസ്ലിയാക്കന്മാരെ, കേസറ്റ് പിടിച്ചോളി. ഇത് പുത്തമ്പാതല്ല, വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മടവൂരികൾ വല്ലവരുണ്ടെങ്കിൽ അവരും കേട്ടോളി. മറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാചു മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. കണ്ടോ, പിശാചിനെ നിഷേധിക്കുന്ന ജിന്ന് എന്ന് പറഞ്ഞാൽ വൈറസാണ്, ബാക്ടീരിയയാണ്, മൂക്കത്തെ പൊടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുന്നവരുണ്ടല്ലോ. സലാം സുല്ലമിയെ പോലുള്ള ആധുനിക ചേകന്നൂരികൾ. ഓരെ സംബന്ധിച്ചും ഓരെ പിന്താങ്ങി നടക്കുന്ന ആളുകളും അതേപോലെയുള്ള മുഅത്തസിലിയാക്കളൊക്കെ ചിലതിനെ നിഷേധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കേരളത്തിൽ മുജാഹിദീൻ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല, പ്രമാണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കേട്ടോളി, പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കാം. മറഞ്ഞ കാര്യം അള്ളാഹുവിനെ അറിയൂ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഏത് കാര്യവും കാലദേശമോ ഏത് തലത്തിലുമുള്ള വകഭേദമോ ഇല്ലാതെ ശരിക്കും കൃത്യമായും അളവനുസരിച്ച് പിഴക്കാതെ ദൃഢമായി അറിയുക അള്ളാഹുവിന് മാത്രമാണ് എന്നാണ്. വല്ലതും അവൻ അറിയിച്ചു കൊടുത്താൽ അത് സൃഷ്ടികൾക്കും അറിയും. മാത്രമല്ല പൈശാചികമായി ലഭിക്കുന്ന അനുമാനങ്ങളിൽ പലതും നുണയായിരിക്കും, പലതും ആളുകൾക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടാക്കിയതായിരിക്കുകയും ചെയ്യും. ചിലതൊക്കെ ശരിയാകും. അപ്പം ചില കാര്യങ്ങളൊക്കെ ജ്യോത്സ്യന്മാർ, തങ്ങന്മാർ, ഈ രൂപത്തിൽ അസ്മാവിൻ്റെ മുസ്ലിയാക്കന്മാരൊക്കെ പറയുന്നത് അത് ദൈവീകമല്ല എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട്. അത് ഇന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വിഷയമില്ലാതെ ആദർശ പാപ്പരത്തിലൂടെ വയന്ന് നടന്ന മടവൂരികൾ ഈ വിഷയം വലിയ സംഗതിയായി പൊക്കിപ്പിടിച്ച് അത് പറഞ്ഞപ്പോൾ ഇത് സത്യമാണ്, ഇത് കിട്ടിയ ചാൻസിൽ അടിച്ചോക്കാന്ന് വിചാരിച്ചിട്ട് മുസ്ലിയാക്കന്മാരൊക്കെ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോൾ അടിച്ചു നോക്കുകയാണ്. സത്യത്തിൽ യഥാർത്ഥത്തിൽ ആ ഗോളാകല്ല ചെയ്യുന്നത്, മറിച്ച് ആ പോസ്റ്റിൻ്റെ ബാറിന് അടിച്ചിട്ട് മുസ്ലിയാക്കന്മാരെ നെറ്റിമക്ക വരുന്നത് അല്ലേ? അത്ര കൃത്യമായി പഴയ വാദം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസ് ജ്യോത്സ്യന്മാർ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ റസൂലെ, അത് ശരിയായി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ അത് കട്ട് കേൾക്കുന്നതാണ്, പിശാച് അവർക്ക് ചെവിയിൽ കോഴി കുറുകുന്ന പോലെ കുറുകി കൊടുക്കുന്നതാണ് എന്ന് സ്വഹീഹുൽ ബുഖാരിയിലെ മുസ്ലിമിലെ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആരെങ്കിലും പ്രശ്നക്കാരെ സമീപിച്ച് അയാൾ പറഞ്ഞത് വിശ്വസിച്ചു അല്ലെങ്കിൽ അതേപോലെ തന്നെ അയാൾ പറയുന്ന വിഷയങ്ങൾ അംഗീകരിക്കുകയും ചെയ്താൽ അവൻ വിശ്വസിച്ച 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാകും. അവൻ്റെ അടുക്കൽ പോയി ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടാലോ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആദർശത്തിന് പുറത്തു പോകും എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ പണ്ട് മുതലേ പ്രതിപാദിക്കപ്പെട്ട് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു പോകുന്നതാണ്. ഇവിടെ ആരും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ആ പരിധിയുള്ള ഗൈബ് അറിയുമെന്നോ വിശ്വസിച്ചിട്ടില്ല. നമ്മുടെ ദൃഷ്ടിക്ക് ഗൈബാണെങ്കിലും ജിന്നുകൾ അവരുടെ ലോകത്തത് ഗൈബല്ല, അത് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഉപകാരങ്ങളൊക്കെ കിട്ടും എന്നേ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഡോക്ടർ സുബൈറിൻ്റെ ചില ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ പേരിൽ വെച്ച് കെട്ടുകയാണ്. യഥാർത്ഥത്തിൽ സുബൈർ ഖുർആനിനും ഹദീസിനും അനുകൂലമായി പറഞ്ഞാൽ നമ്മളെടുക്കും. അത് ഇമാം ഷാഫി പറഞ്ഞാലെടുക്കും, ഇബ്നു തൈമിയ പറഞ്ഞാലെടുക്കും, അബ്ദുൽ വഹാബ് പറഞ്ഞാലെടുക്കും. സാക്ഷാൽ ഖുബൂരികളുടെ നേതാവായ ഈ കാന്തപുരം പറഞ്ഞാലെടുക്കും. അതേപോലെ തന്നെ ശിഹാബ് തങ്ങൾ ഖുബൂരികളുടെ നേതാവായ ശിഹാബ് തങ്ങൾ പറഞ്ഞാലെടുക്കും. ആര് പറഞ്ഞാലെടുക്കും. ഖുർആനും ഹദീസിനും യോജിച്ച് വരണം. അല്ലാത്തത് ആര് പറഞ്ഞാലും ഞങ്ങൾ തട്ടും. പിന്നെ സുബൈർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുമായുള്ള ബന്ധം ഒരു അനുഭാവി എന്ന നിലക്ക് മാത്രമേ ഉള്ളൂ. സുബൈർ കേരളത്തിൽ മുജാഹിദിലെ മെമ്പറോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഇവിടെ സ്ഥാനമോ ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഗൾഫിൽ അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലും ജോലിയുമായി പോകുന്നതിനിടയിൽ ഖുർആനും ശാസ്ത്രവും എന്ന വിഷയത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ സെൻറ്ററിൽ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ സീഡികളുണ്ട്. പക്ഷേ ഈ സീഡികളൊക്കെ അദ്ദേഹം ഇറക്കുന്നത് എവിടെയെന്ന് അറിയും നിങ്ങൾക്ക്? സഹോദരങ്ങളെ ഒറ്റയ്ക്ക് ഓഡിറ്റോറിയത്തിൽ വിളിച്ചു വരുത്തിയിട്ട് ഹോട്ടൽ മുറിയിൽ അദ്ദേഹം ഈ വിഷയം പ്രതിപാദിക്കുകയാണ്. അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും അതുപോലെ പൂർവികരായ ആളുകളുടെയും ഒക്കെ കിതാബുകൾ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായ രൂപത്തിൽ ഖുർആനും സുന്നത്തും വെച്ച് അദ്ദേഹം പറയാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് മുസ്ലിയാക്കന്മാർ ഛർദ്ദിക്കണത് ആ വലിയ പണ്ഡിതനായ ഡോക്ടർ സുബൈർ ഔദ്യോഗിക പണ്ഡിതൻ മറ്റത് മറിച്ച്. അയാൾ പണ്ഡിതനല്ലാതെ മൂപ്പരനെ പറയുന്നുണ്ട്. ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആധികാരികമായി അറബി ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ആളോ ഒരു പണ്ഡിതനുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആധികാരികമായി അറബി ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ആളോ ഒരു പണ്ഡിതനുമല്ല. ഉണ്ടോ? അപ്പോൾ ആധികാരികമായി വൈദഗ്ധ്യമുള്ള ആളോ അല്ലെങ്കിൽ അറബി ഭാഷയിൽ പണ്ഡിതനോ അല്ല.
എന്നിട്ട് ഇവിടെ വന്നിട്ട് നോണറിഞ്ഞ എന്താ വലിയ പണ്ഡിതനാണ്. അപ്പോൾ ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുഭാവി എന്ന നിലക്ക് അയാളായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷെ അയാൾ പറഞ്ഞ എല്ലാ കാലെങ്കിലും അങ്ങനെ തന്നെ വിഴുങ്ങണമെന്ന് ഞങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ നിലപാടും അതല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് മുറിച്ചിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കേൾപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. ഞങ്ങളുടെ വ്യക്തിപരമായി ഈ ആദർശത്തെ തേജോധി ചെയ്യാൻ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ സ്ക്രീനിൽ കാണിക്കുന്നത്, അല്ലാതെ ഞങ്ങൾ ആളായതുകൊണ്ട് കാണിക്കല്ല എന്ന് പ്രത്യേകം തന്നെ ഉണർത്തുകയാണ്. ഇനി അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, കേട്ടോളൂ. അതൊക്കെ ഇവിടെ ഇട്ടിരുന്നു. എന്തായാലും തെറ്റുള്ളത് നിങ്ങൾ കേട്ടോളൂ. അപ്പോൾ പിശാചുബാധ ചികിത്സിക്കാനായിട്ട് 3 മാർഗ്ഗങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ സാധാരണ ചെയ്യുന്നത്. ഒന്ന്, പിശാചിനെ തൃപ്തിപ്പെടുത്തുക. പിശാചിനെ തൃപ്തിപ്പെടുത്തുക, അവൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ നമ്മുടെ ഒരു കള്ളം പറയുകയാണ്, 10,000 രൂപ. ഒന്ന് പോസ്റ്റ് അടിച്ച സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞു എന്ത്? പിശാച് ബാധയിൽ നിന്ന് മുക്തമാകാൻ 3 മാർഗ്ഗങ്ങളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഒന്ന്, പിശാചിനെ തൃപ്തിപ്പെടുത്തുക. അവിടെയാണ് മുറിച്ചു. ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ ആണ് മുറിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ, പിശാചിനെ തൃപ്തിപ്പെടുത്തുക. പിശാചിനെ തൃപ്തിപ്പെടുത്തിയ കാഫറാവൂലെ കൂട്ടരെ. ഇപ്പം എന്നാ മുജാഹിദീങ്ങൾക്ക് അതൊന്നും പ്രശ്നമല്ല. നമ്മൾ ഔലിയാക്കന്മാരെ പേരിൽ നേർച്ചേർന്ന ആ ഷിർക്ക്, പിശാചിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവിടെ പോയാലോ ഷിർക്കല്ല തൗഹീദ്. അയാൾ പറയണത് എന്താ? ഫുള്ള് കേട്ടോളിങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. 10,000 രൂപ കൊടുത്താൽ അയാളങ്ങ് പൊക്കോളൂ, അയാളെക്കൊണ്ട് പിന്നെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നതുപോലെ പിശാചിനെ തൃപ്തിപ്പെടുത്തുക. പക്ഷേ ഇവിടെ പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗങ്ങളെല്ലാം ഷിർക്കും കുഫറും നിറഞ്ഞായതുകൊണ്ട് നമുക്ക് സ്വീകാര്യമല്ല. അങ്ങനെ പിശാചിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ അവൻ കാഫറായി പോകും. ഉദാഹരണം, സർപ്പകോപ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? സർപ്പബലി നടത്താൻ പറയും, അല്ലെ പാമ്പിൻ പുണ്യാകം, അല്ലെ സർപ്പങ്ങൾ 100 പാലും നൽകുക, അല്ലെ രാഹുപൂജ നടത്തൽ, സർപ്പത്തുള്ളൽ നടത്തൽ, അല്ലെങ്കിൽ പിന്നെ സർപ്പങ്ങളെ ഇരുത്തുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് ചില ആരാധന ചെയ്യാനൊക്കെയാണ് പറയുക. അത് ചെയ്താൽ അവൻ കാഫറായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സാധ്യമല്ല. അതുപോലെ ചില ജാറങ്ങളിൽ പോകാൻ പറയും, ചില ജാറങ്ങളിൽ കൊണ്ട് ചില കുഴിച്ചിടാൻ പറയും, അല്ലെ ചില ജാറങ്ങൾ നേർച്ച കയറാൻ പറയും, അല്ലെങ്കിൽ റിഫായി ഷെയ്ൻ്റെ പേര് നേർച്ചയാക്കാൻ പറയും. ഇങ്ങനെയുള്ള കുഫറും ഷിർക്കും കലർന്ന പ്രവർത്തനങ്ങളാണ് പിശാചിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്. ഹോമങ്ങൾ, പിന്നെ നൂല് മന്ത്രിച്ചിട്ട് ഏലസ് ധരിക്കുക, ഇതെല്ലാം അവിശ്വാസപ്പെടുന്നത്. നമുക്കറിയാം, ഫമൻ തഅല്ലഖ തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഏലസ് കിട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തു. അല്ല, അപ്പോൾ ഇവർക്കെതിരായ വാദമൊന്നും കേൾപ്പിച്ചിട്ടില്ല. റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ, ജാരങ്ങളുടെ പേരിൽ നേർച്ച, കോയിനെ നേർച്ച എന്നൊക്കെ ഷിർക്കും കുഫ്റാണ് മൂപ്പര്. അത് കേൾപ്പിച്ചിട്ടില്ല. ഇവിടെ മുറിച്ചിട്ട് നമുക്ക് എതിരായിട്ട് അടിച്ചു നോക്കുക. സഹോദരങ്ങളെ, ഈ പറഞ്ഞത് എന്താ തെറ്റ്? പ്രമാണം അനുസരിച്ചല്ല അദ്ദേഹം പറഞ്ഞ്. ആ രൂപത്തിൽ നേർച്ച നേർന്ന് പിശാചിനെ തൃപ്തിപ്പെടുന്ന കുഫറിൻ്റെ പ്രവർത്തനം ചെയ്താൽ ചിലപ്പോൾ എന്താവും, ചില കാര്യങ്ങളൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ അതോടുകൂടി ആൾ കാഫറാകും എന്നാ പറഞ്ഞത്. അത് കേൾപ്പിക്കാതെ ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ സഹോദരങ്ങളെ, സുബൈർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ആധികാരികമായ ഒരു പണ്ഡിതനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതോടൊപ്പം ഇസ്ലാം പ്രസ്ഥാനത്തിൻ്റെ അനുഭാവി മാത്രമാണ്. അദ്ദേഹം കേരളത്തിൽ മുജാഹിദുമായി മെമ്പർഷിപ്പിലോ അതുപോലെ ഔദ്യോഗിക സ്ഥാനങ്ങളിലോ ഒരു ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ കേസറ്റ് ആർക്കും എവിടുന്ന് വാങ്ങാൻ കിട്ടും. ജിദ്ദയിൽ പോയി വരുന്ന സുന്നിയാളും മുജാഹിദീങ്ങളും ഒക്കെ വാങ്ങും. അതൊക്കെ വാങ്ങിയിട്ട് ഓരോ ക്ലിപ്പിട്ട് മുറിക്കുകയാണെങ്കിൽ പല ആളുകളുടെ തരീഖത്തിൻ്റെ ആൾക്കാരെ ക്ലിപ്പൊക്കെ ഇട്ട് നമുക്ക് ഇവിടെ കേൾപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇടയിൽ നമുക്ക് കേൾപ്പിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളത് കേൾപ്പിക്കുന്നില്ല. കാരണം അത് നമ്മുടെ സംസ്കാരമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ മുസ്ലിയാക്കന്മാർ ഞങ്ങൾ ശൈത്താനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈ രൂപത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്താൽ ശൈത്താനിൽ മുക്തമാകാൻ കഴിയും, അത് തെറ്റല്ല, ഇസ്ലാമികമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ ഫത്വ കൊടുക്കുന്നുണ്ട്. എന്ത്? നാഗക്ഷേത്രത്തിലേക്ക് സർപ്പകോപം ഉണ്ടായതിൻ്റെ പേരിൽ നിങ്ങൾ നേർച്ച നേർന്നാൽ അയാൾ നമ്മുടെ ഭാഷയിൽ കാഫറായാലും അള്ളാൻ്റെ മുമ്പിൽ അയാൾ കാഫറല്ല. നമ്മൾ ഈ വാദം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തല്ലാൻ വേണ്ടി ശ്രമിച്ച മുസ്ലിയാക്കന്മാർ ശ്രദ്ധിച്ചോളി. നിങ്ങളുടെ ആ നേതാവായ അമ്പലക്കടവ്, അദ്ദേഹത്തിന് അമ്പലപ്പടി പടിയിൽ നിന്ന് ചേലുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്പല സംസ്കാരം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറയുന്ന ആ ഫത്വ ഒന്ന് കേട്ടോളൂ നിങ്ങൾ മുഖാമുഖത്തിൽ. കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാട്ടിൽ ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു. അപ്പോൾ എല്ലാവിധ ചികിത്സയും ചെയ്തു. ഈ ഇസ്തിഹാസയും തപസ്സുലും അതേപോലെ അസ്മാവും മന്ത്രവും ഉറുക്കൊക്കെ ചെയ്തു. അതേപോലെ പിഞ്ഞാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു. എന്നിട്ടൊന്നും സുഖമായില്ല. ലാസ്റ്റ് ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട്, തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ, ഒരു പാമ്പിനെ, ഒരു സ്വർണ്ണത്തെ ഇത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു, ഈ ഇത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന്. എന്നിട്ട് അദ്ദേഹത്തിന് പിന്നെ അതേവർ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്നോ അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്തു. അതേപടി അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു. അതായത് ഓരോ കാവിലും
പിന്നെ ശൈത്താന്മാരെ കുടിയിരുത്തുകയാണ് ഇവർ. പിന്നെ ഈ ബിംബത്തിൻ്റെ മേലിൽ ശൈത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർവഹിക്കാറ്. ഓരോ കാവും പിന്നെ ഉണ്ടാക്കുന്നത് ശൈത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തവസ്സുലും ഇസ്തിഹാസമൊക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ ശുഹദാക്കൾ അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദ്രസയിലൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഈ ശൈത്താനിനോട് തവസ്സുൽ ഇസ്തിഹാസമൊക്കെ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതുകൊണ്ട് കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ, ശൈത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ ശൈത്താനോട് ഈ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു രോഗം മാറുക എന്നുള്ള ഇതുകൊണ്ട് ശിർക്കാകുമോ, അതല്ല ശിർക്കു അല്ലെങ്കിൽ ശരഈയായ വിധിയിൽ ഇസ്ലാം നിന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബൈ ചാൻസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം വിചാരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, അങ്ങേയറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം, ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല, ഈ പിശാചുകൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ച് കൊണ്ടാണ് നമ്മൾ ഈ നേർച്ച നേർന്നതെങ്കിലോ, എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ, കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കണ്ടത്, ആ ലാഹിർ അനുസരിച്ച് അയാളെ കാഫിറായി മുശ്രിക്കായി ഗണിക്കുമെങ്കിലും ഹത്താ ലൗ ഉലിമ, അറിയപ്പെട്ടാൽ അന്നഹു ലം യസ്ജുദ് ലഹ, ആ വിഗ്രഹത്തിനോ അവൻ സുജൂദ് ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നേർച്ച നേർന്നത്, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, അങ്ങനെ തന്നെയാണ് സുജൂദ് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം യുഹ്കം ബി കുഫരിഹി, അവൻ കാഫിറാണെന്ന് അവൻ മുശ്രിക്കാണെന്ന് കണക്കാക്കപ്പെടുകയില്ല. ഫീമാ ബൈനഹു വ ബൈനല്ലാഹി തആല, അല്ലാഹുവിൻ്റെ അവൻ്റെ ഇടയിൽ സ്വകാര്യ ജീവിതം. പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫിർ ചെയ്യുന്ന ആരാധനാകർമ്മം നടത്തിയത് കൊണ്ട് കാഫിറായി കണക്കാക്കും, നമ്മുടെ കൂട്ടത്തിൽ നിർത്തും. ഉള്ളില് അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ അത് അള്ളി അവനും തമ്മിലായിക്കോളും, അത് നമ്മൾ കണക്കാക്കൂല. ഉള്ളിൽ ആൾ കാഫിറാന്ന് വിധി എഴുതപ്പെടാൻ പാടില്ല. ഇതാണ് മസ്അല. അപ്പോ പിശാചിനെ തൃപ്തിപ്പെടുത്തി സർപ്പകോപം അതിൻ്റെ പേരിൽ അമ്പലത്തിക്ക് എന്ത് ചെയ്യാ, ഈ രൂപത്തിൽ നേർച്ച സമർപ്പിച്ച് പിശാചിനെ തൃപ്തിപ്പെടുത്തി അതിന് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ ഉപകാരം ചെയ്യുന്നുണ്ടല്ലോ ഉസ്താദെ. അപ്പം അതൊക്കെ തെറ്റാണോ? അപ്പം എന്താ അള്ളാൻ്റെ ഓൻ്റെ ഇടയിൽ പിന്നെ കാഫിറാന്ന് പറയില്ല, നമ്മൾ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാഫിറാന്ന് പറഞ്ഞു പോകുന്ന. അപ്പം യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ പിശാചുക്കളെ പൂജിച്ച് അതിനു വേണ്ടി എല്ലാ രൂപത്തിലുള്ള ഫത്വയും കൊടുത്ത് ജനങ്ങളെ മുഴുവൻ ഈ ശിർക്കിൻ്റെ വലയത്തിൽ കെട്ടി എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ച് അവസാനം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേരിൽ തിരിഞ്ഞിട്ട് ഈ രൂപത്തിൽ ആരോപണങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിയാക്കന്മാരോട് പറയാനുള്ളത്, മലർന്ന കിടന്നങ്ങൾ മേപ്പട്ടിക്ക് തുപ്പരുത്, തുപ്പൽ നിങ്ങളുടെ മുഖത്തേക്കാണ് വരിക എന്നുള്ള ഒരു താക്കീതാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. പിന്നെ ഇവിടെ കാര്യമായിട്ട് അയാൾ പിന്നെ പറഞ്ഞ ഒരു സംഗതി എന്താണോ, നമ്മുടെ മന്ത്രം, ആ മന്ത്രം നമ്മൾക്ക് എത്രയോ കാലം മുമ്പേ നടത്തിയതാണ്. മുജാഹിദ് പ്രസ്ഥാനം എക്കാലത്തും അതിനെ എതിർത്തിട്ടുണ്ട്. അവസാനം ഇപ്പം നമ്മളൊപ്പം എത്തി, നമ്മൾ അംഗീകരിച്ചു എന്നാ, നമ്മൾ മന്ത്രത്തെ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ മന്ത്രത്തെക്കുറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമാനി മൗലവി പണ്ട് മുതലേ 89-ലും അതിനു മുമ്പ് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വാദപ്രതിവാദ വേദികളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട മന്ത്രം ഹദീസിൽ വന്ന മന്ത്രമാണ്. മുഅവ്വിദത്തൈനി സൂറത്തുകൾ ഓതി ശരീരത്തിൽ തടവാനും ഹലാലായ രൂപത്തിലുള്ള ചികിത്സകളും ശിർക്ക് കലരാത്ത പ്രാർത്ഥനകളൊക്കെ ഹദീസിലുണ്ട്. പക്ഷേ നിങ്ങളുടെ നാടുകളിൽ നിന്ന് നടക്കുന്ന ഈ ഐക്കല്ല്, ഉറുക്ക്, ഏലസ്, പിഞ്ഞാണം, തകിട്, അതുപോലെയുള്ള ഹോമം, ചിരട്ട തേങ്ങ ഉടക്കൽ, അതുപോലെ തന്നെയുള്ള ചരട് കെട്ടൽ തുടങ്ങിയുള്ള എല്ലാ സംഗതിയും ശിർക്കാണ്, കുഫറാണ്. അത് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. അത് ഇപ്പം തുടങ്ങിയതൊന്നല്ല, ഇത് പുത്തൻവാദമല്ല എന്ന് മനസ്സിലാകാൻ നാദാപുരത്ത് ഹുസൈൻ സലഫി പേരോടുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി കൊടുത്തൊരു ഭാഗമുണ്ട്, അത് നിങ്ങൾ കേട്ടോളൂ. സുഹൃത്തുക്കളെ, ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ, കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1-9-28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ
74 ഇതിൽ നിങ്ങൾക്ക് കാണാം മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 ആയപ്പോ പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത് 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന്? നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹാ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ, മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിൻ്റെ കുറേ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പം മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNM-ന്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിലുള്ള വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവർ ഖുതുബകൾ കേൾക്കുന്നവരാണ്, അവർ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവർ വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിന്റെ മുമ്പും അതിന്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്ത മന്ത്രങ്ങൾ എന്താണെന്ന് വ്യക്തമായി. എന്നാൽ ഇന്ന് മുസ്ലിയാക്കന്മാർ ഖുർആനോദി ജനങ്ങളുടെ മുമ്പിൽ മന്ത്രിക്കുന്ന ഒരു മന്ത്രം നിങ്ങളത് കണ്ടോളൂ. ജാറത്തിൽ നടത്തുന്ന ഒരു മന്ത്രം. അമ്പങ്കുന്ന് വീരാൻ ഔലിയപ്പാപ്പ ജാറത്തിലെ പൂജാരിയായ ഒരു മുസ്ലിയാർ അദ്ദേഹം നടത്തുന്ന മന്ത്രമാണ്.
يا زبعة يا ميمون يا عباس يا جبرائيل يا رفيعي يا ميكائيل يا بشرائيل يا مدرب يا أحمر يا بركان يا سمرس يا زبعة يا ميمون يا عباس لا أنكرهم بريدا. بسم الله. بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم قل തേങ്ങ പൊട്ടാൻ പോവാണ്. ഒരു ചോളി ഒഴിഞ്ഞ തേങ്ങ പൊട്ടാൻ പോവാണ്. അതാ റെഡിയാണ്. റെഡി 1 2 അതാ പൊട്ടിന്. പൊട്ടി. അടുത്ത മന്ത്രം കണ്ടോ? ആരാ പച്ചന്റെ ഉള്ളിൽ ആരാന്ന് നോക്കിക്കോ, അടിയിൽ നോക്കിക്കോ. കൈയടിക്കരുത്, കൈയടിക്കരുത്. يا جبرائيل يا رفيعي يا ميكائيل يا بشرائيل يا مدرب يا أحمر يا بركان يا سمرس يا زبعة يا ميم. بسم الله الرحمن الرحيم يا جبرائيل يا رفيعي يا بشرائيل يا ഈ മന്ത്രം ഇവിടെ ഉണ്ട്. ഇതിന്റെ മറവില് പലതും നടക്കുന്നുണ്ട്. അപ്പൊ അത് മൂടി വെച്ചിട്ടാണ് പരിപാടി. അപ്പൊ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം എതിർത്ത മന്ത്രത്തിന്റെ രൂപങ്ങൾ മനസ്സിലായില്ലേ? ഇതന്നെയാണ് സർവ്വ സ്ഥലങ്ങളിലും മുസ്ലിയാക്കന്മാർ പല ആളുകളും ഇതുപോലെ വാടകയ്ക്ക് വീടെടുത്ത് ബോർഡ് വെച്ച് ഇരിക്കുന്ന പലരുമുണ്ട്. അവരുടെ പല ആളുകളുടെയും പ്രവർത്തനം ഈ രൂപത്തിലുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഉസ്താദല്ലേ, തങ്ങളല്ലേ, മറ്റതല്ലേ, മറിച്ചതല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട. അവിടെ പോയാൽ ചിലപ്പോൾ കുട്ടികളില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകും. അത് ഈ ആൾക്ക് നട്ടലിന് ബലമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അദ്ദേഹത്തിൻ്റെ കറാമത്തായി നിങ്ങൾ കരുതണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാനും നമുക്ക് പറഞ്ഞ രൂപത്തിലുള്ള അനുവദനീയമായ കാര്യങ്ങൾ ചെയ്യാനേ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആ മുഖംമൂടി ഇവിടെ വലിച്ചു ചീന്തപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ വാദവുമായി ഇവിടെ വന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കും